Now we'll see a few examples of metal carbonyls. First one is mononuclear metal carbonyl. First example is nickel tetracarbonyl. Now how will you prepare nickel tetracarbonyl? Nickel, when it combines with carbon monoxide at 60 degrees Celsius, nickel tetracarbonyl is formed, and it has a tetrahedral geometry with nickel carbon bond length of 1.5 angstrom, and it is also found to be diamagnetic. The structure of nickel tetracarbonyl can be explained by considering sp3 hybridization of nickel atom. അപ്പോൾ ഇവിടെ നമ്മൾ നിക്കൽ ആറ്റത്തിന് sp3 ഹൈബ്രിഡൈസേഷൻ എന്നാണ് പറയുന്നത്. ഇത് ഡയാമാഗ്നറ്റിക് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇലക്ട്രോൺസും പെയർഡ് ആയിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് പെയർഡ് ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് വരുന്നത്? 3d8 4s2 എന്നാണ് പറയുന്നത്. അവിടെ പെയർഡ് ആയിട്ടല്ല നിൽക്കുന്നത്, ഇത് രണ്ടും അൺപെയർഡ് ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഒരു ലിഗാൻഡിൻ്റെ പ്രസൻസിൽ എന്ത് സംഭവിക്കും? ഇലക്ട്രോൺസ് പെയർഡ് ആയിട്ട് മാറും. ആ 10 ഇലക്ട്രോണും എവിടെ അറേഞ്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം? ഈ d ഓർബിറ്റലിൽ അറേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാം നമുക്ക്. അതിനുശേഷം അവിടെയുള്ള s ഓർബിറ്റലും 3 p ഓർബിറ്റലും തമ്മിൽ ഓവർലാപ്പ് ചെയ്തിട്ട് 4 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ അവിടെ ഫോം ചെയ്യും. ഈ 4 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലാണ് പിന്നെ എന്തുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നത്? കാർബൺ മൊണോക്സൈഡിൻ്റെ ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഈ കാർബൺ മൊണോക്സൈഡിൻ്റെ ഇലക്ട്രോണിനെ നിക്കലിൻ്റെ sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലിലേക്ക് ഡൊണേറ്റ് ചെയ്യും. അങ്ങനെ അവിടെ 4 ബോണ്ട് ഫോം ചെയ്യും. sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് നിക്കൽ ഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഷേപ്പ് എന്തായിരിക്കും? ടെട്രാഹെഡ്രൽ ആയിരിക്കും. അവിടെ അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അത് എന്തായിട്ട് ആക്ട് ചെയ്യും? അതൊരു ഡയമagnetic മോളിക്യൂളായിട്ട് ആക്ട് ചെയ്യും. An acceptance of 4 electron pairs by nickel in zero oxidation state severely increases the electron density on the nickel atom. അപ്പം സീറോ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് നിക്കൽ നിൽക്കുന്നത്. ആ നിക്കലിൻ്റെ ഹൈബ്രിഡൈസ് ഓർബിറ്റലിലേക്ക് കാർബൺ മോണോക്സൈഡ് അതിൻ്റെ ഇലക്ട്രോണെ കൊടുക്കുമ്പോൾ അവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി ഒത്തിരിയധികം കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ അത് ഒരിക്കലും ആ ആറ്റം ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിക്കലിൻ്റെ ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റലിൽ നിന്ന് അതിൻ്റെ ഇലക്ട്രോണിനെ എങ്ങോട്ട് കൊടുക്കും? തിരിച്ച് കാർബൺ മോണോക്സൈഡിൻ്റെ ആൻറ്റി ബോണ്ടിങ് ആയിട്ടുള്ള അൺഒക്യുപ്പൈഡ് ആയിട്ടുള്ള ഓർബിറ്റലിലേക്ക് ഇലക്ട്രോണിനെ കൊടുക്കും. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ആ നിക്കലിന് എന്തുമാത്രം ഇലക്ട്രോൺ ഡെൻസിറ്റി ലഭിച്ചുവോ അല്ലെങ്കിൽ അതിന് എക്സ്ട്രാ ആയിട്ട് കിട്ടിയ ഇലക്ട്രോൺ ഡെൻസിറ്റി ആ നിക്കലിന് കിട്ടിയത് അത് കുറയ്ക്കാൻ സഹായിക്കും. According to electron neutrality principle given by Pauli, the atoms in a molecule share the electron pairs to the extent such that charge on each of the atom remains close to 0. Nickel atom donates back some electron density from the filled d orbitals to the low-lying empty orbitals on carbon monoxide molecule, resulting into the formation of a double bond. അങ്ങനെ അവിടെ എന്ത് ഫോം ചെയ്യും? അവിടെ ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൺ പെൻറ്റാകാർബണൈലാണ്. അപ്പോൾ അയൺ പെൻറ്റാകാർബണൈൽ നമ്മൾ നോക്കുമ്പോൾ ഇറ്റ് ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ പാസിംഗ് കാർബൺ മോണോക്സൈഡ് ഓവർ അയൺ പൗഡർ അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് pressure. Iron plus 5CO you will get at high temperature and pressure FeCO5 will be formed. And structural studies have suggested trigonal bipyramidal geometry for iron pentacarbonyl, and the iron carbon distances are found to be 1.80 angstrom and 1.84 angstrom for axial and equatorial bonds respectively, and the molecule is also found to be diamagnetic. അപ്പോൾ ഈ ഒരു അയൺ പെൻറ്റാകാർബണൈൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ട്രൈഗണൽ ബൈപിരമിഡൽ ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം.
അതിനകത്ത് ആക്സിയൽ ഇക്വറ്റോറിയൽ ബോണ്ട്സ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താ കാണാൻ സാധിക്കുന്നത് 1.80യും 2 ബോണ്ട് ലെങ്ത് ആണ് നമുക്ക് കാണാൻ. അതായത് ആക്സിയലിൻ്റെ ഇക്വറ്റോറിയൻ്റെയും ബോണ്ട് ലെങ്ത്തിൽ വ്യത്യാസമുണ്ട്. മാത്രമല്ല ഈ മോളിക്യൂള് ഡയാമാഗ്നറ്റിക് ആയിട്ട് വരുന്നതായിട്ട് കാണാം. അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ DsP3 ഹൈബ്രിഡൈസേഷൻ, അയണിൻ്റെ DsP3 ഹൈബ്രിഡൈസേഷൻ വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. അയൺ ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഗ്രൗണ്ട് സ്റ്റേറ്റിലെ 3d64s2 ആണ്. ലിഗാൻഡിൻ്റെ പ്രസൻസിൽ പെയർ ചെയ്യുമ്പോഴത്തേക്കും എന്തായിട്ട് മാറും? 3d8 ആയിട്ട് മാറും. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ 3d64s2 ആണ്, പെയർ ചെയ്യുമ്പോഴത്തേക്കും 3d8 ആയിട്ട് മാറും. അപ്പോൾ വേക്കൻ്റ് ആയിട്ട് ഒരു ഡിയും ഒരു എസും 3 p ഓർബിറ്റൽസും ആണുള്ളത്. അത് ഓവർലാപ്പ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? അവിടെ നമുക്ക് 5 DsP3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നതായിട്ട് കാണാം. ഈ DsP3 ഹൈബ്രിഡ് ഓർബിറ്റൽസുമായിട്ട് 5 കാർബൺ മോണോക്സൈഡ് ഓവർലാപ്പ് ചെയ്തുകൊണ്ട് ആ കാർബൺ മോണോക്സൈഡ് അതിൻ്റെ ഇലക്ട്രോണെ കൊടുത്തുകൊണ്ട് അവിടെ എന്ത് ഫോം ചെയ്യും? അവിടെ ബോണ്ടുകൾ ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാണ് അവിടെ എന്ത് ഫോം ചെയ്യുന്നത്? ഒരു ട്രൈഗണൽ ബൈപിരമിഡൽ സ്ട്രക്ചർ ഈ പെർട്ടിക്കുലർ കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്. ഇതിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് DsP3 ആണ് അയൺ ആറ്റത്തിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. And iron carbon monoxide bond results by the overlap between the empty DsP3 hybrid orbitals on iron atom and the HOMO on carbon atom in carbon monoxide molecule. Now the next one is dimanganese decacarbonyl. It is prepared by carbonylation of manganese iodide with carbon monoxide using magnesium as a reducing agent. അപ്പോൾ മാംഗനീസ് ഡൈഐഡൈഡും കാർബൺ മോണോക്സൈഡും മാഗ്നീഷ്യവും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? Mn2CO10 + 2MgI2 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട്സ് കിട്ടും. അതായത് Mn2CO10 എന്ന് പറയുന്ന കോമ്പൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് റിഡക്റ്റീവ് കാർബണൈലേഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ വഴിയാണ്. മെഗ്നീഷ്യം എന്ന് പറയുന്നത് റെഡ്യൂസിങ് ഏജൻറ്റും കാർബൺ മോണോക്സൈഡിൻ്റെ പ്രസൻസിൽ MnI2 എന്തായിട്ട് മാറും? Mn2CO10 ആയിട്ട് മാറും. ഇവിടെ നമുക്ക് സ്ട്രക്ചർ കാണാം. MnCO5 എന്ന് പറയുന്ന 2 യൂണിറ്റുകൾ ഒരു Mn ബോണ്ട് വഴി എന്ത് ഫോം ചെയ്തിരിക്കുകയാണ്? ഒരു കോംപ്ലക്സ് സ്ട്രക്ചർ ഫോം ചെയ്തിരിക്കുകയാണ്. അതാണ് ഡൈമാംഗനീസ് ഡെക്കാകാർബണൈൽ എന്ന് പറയുന്ന ഒരു ഡൈന്യൂക്ലിയർ കാർബണൈലാണ് ഇത് Mn2CO10 എന്ന് പറയുന്ന കോംപ്ലക്സ്. സാധാരണഗതിയിൽ മാംഗനീസ് പെൻറ്റാകാർബണൈൽ MnCO5 എക്സിസ്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്താണ്? അതിൻ്റെ ആറ്റമിക് മാംഗനീസിൻ്റെ ആറ്റമിക് നമ്പർ എന്ന് പറയുന്നത് 25 ആണ്. ഒരു ഓഡ് ആറ്റമിക് നമ്പർ ആയതുകൊണ്ട് തന്നെ അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ MnCO5 2 MnCO5 തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ഒരു Mn ബോണ്ട് വഴി കണക്ട് ചെയ്യുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്? ഈ Mn ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ മെറ്റൽ ആറ്റം ഓരോ ഇലക്ട്രോണിനെ കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഇലക്ട്രോണിനെ കൊടുക്കുമ്പോഴത്തേക്കും അവിടെ എന്ത് ഫോം ചെയ്യും? അവിടെ ഓഡ് ഇലക്ട്രോൺ എന്ന് പറയുന്ന ആ ഒരു ഫോമിൽ നിന്ന് ഒരു പെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ എന്നുള്ള ഒരു ഇതിലേക്ക് മാറുകയാണ് ആ കോംപ്ലക്സ്. ഫോർമേഷൻ ഓഫ് ദിസ് ഇന്റർമെറ്റാലിക് ബോണ്ട് എഫക്റ്റീവ്ലി ആഡ്സ് 1 electron to each of the manganese atoms. Thus manganese, an atom with odd atomic number, forms a binuclear carbonyl. The molecule does not have any unpaired electrons. It is diamagnetic. അങ്ങനെ ഒരു ബൈന്യൂക്ലിയർ കാർബണൈൽ ഫോം ചെയ്യുമ്പോഴത്തേക്കും അവിടെ അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ ഒന്നും വരുന്നില്ല. എല്ലാം പെയർഡ് ആയിട്ട് നിൽക്കുകയും മോളിക്യൂൾ എന്തായിട്ട് മാറുകയും ചെയ്യും? ഡയാമാഗ്നറ്റിക് ആയിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഫ്രീ ആയിട്ടുള്ള മാംഗനീസ് ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. ഇലക്ട്രോൺ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. 3d5 4s2 ആണ്. കാർബൺ മോണോക്സൈഡിൻ്റെ പ്രസൻസിൽ ഇത് എന്തായിട്ട് മാറും? ഇത് 3d7 എന്ന് പറയുന്ന ഒരു കോൺഫിഗറേഷനിലേക്ക് മാറും. പക്ഷേ ഒരു ഡി ഓർബിറ്റലിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ആ ഡി ഓർബിറ്റലും ഇലക്ട്രോൺ ഒന്നുമില്ലാത്ത സെക്കൻഡ് ഡി ഓർബിറ്റലും ഒരു എസും 3 പിയും തമ്മിൽ
ഓവർലാപ്പ് ചെയ്തിട്ട് D2sp3 ഹൈബ്രിഡൈസ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. ഇത് രണ്ടാമത്തെ മാംഗനീസ് ആറ്റത്തിൻ്റെ ഹൈബ്രിഡൈസ് ഓർബിറ്റൽസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ 2 മാംഗനീസ് ആറ്റം ഉണ്ട്. ഈ 2 മാംഗനീസ് ആറ്റം കൺസിഡർ ചെയ്യുമ്പോൾ 2ന്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് D2sp3 ആണ്. അപ്പോൾ അതിനകത്തെ 5 ഓരോ മാംഗനീസിനകത്തെ 5 D2sp3 ഹൈബ്രിഡൈസ് ഓർബിറ്റൽ 5 കാർബൺ മോണോക്സൈഡുമായിട്ട് ഓവർലാപ്പ് ചെയ്തിട്ട് കാർബണിൻ്റെ ഹയസ്റ്റ് ഓക്യുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റലിൽ നിന്ന് ഇലക്ട്രോണിനെ D2sp3 ഹൈബ്രിഡൈസ് ഓർബിറ്റലിലേക്ക് കൊടുക്കും. രണ്ടാമത്തേതിലും അതേപോലെ തന്നെ. ഇനി ബാക്കിയുള്ള D2sp3 ഹൈബ്രിഡൈസ് ഓർബിറ്റൽസിനകത്ത് ഓരോന്നിലും ഓരോ ഇലക്ട്രോൺ ആണുള്ളത്. അത് തമ്മിൽ ഓവർലാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ഫോം ചെയ്യും? ഒരു MN ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ എല്ലാ ഇലക്ട്രോൺസും പേഡായിട്ട് നിൽക്കുകയും മോളിക്യൂള് ഡയാമാഗ്നറ്റിക് ആയിട്ട് മാറുകയും ചെയ്യും. ലാസ്റ്റ് വൺ ഇസ് iron pentacarbonyl. Cold solution of iron pentacarbonyl in glacial acetic acid undergoes dimerization under the influence of ultraviolet light to give golden yellow crystals. അപ്പം ഈ അയൺ പെൻഡാകാർബണൈൽ എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ പ്രസൻസിൽ എന്തായിട്ട് മാറും? Fe2CO9 + CO ആയിട്ട് മാറും. അപ്പോൾ ഈ ഒരു മോളിക്യൂൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാം ഇവിടെ 2 അയൺ ആറ്റവും ഈ അയൺ ആറ്റത്തിലേക്ക് 3 ടെർമിനൽ സിഒയും ഇതിനകത്തും 3 ടെർമിനൽ സിഒയും ഈ 2 അയൺ ആറ്റത്തിനെ കണക്ട് ചെയ്തുകൊണ്ട് 3 ബ്രിഡ്ജിങ് ആയിട്ടുള്ള കാർബണൈൽ ഗ്രൂപ്പുമാണ് ഉള്ളത്. മാത്രമല്ല 2 അയൺ ആറ്റം കണക്ട് ചെയ്തുകൊണ്ട് ഒരു മെറ്റൽ ബോണ്ടും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കോർഡിനേഷൻ ഓരോ അയണിൻ്റെയും കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് എത്ര വരും? 1 2 3 4 5 6 7 ആണ് ഇതിൻ്റെ കോർഡിനേഷൻ നമ്പർ വരും. അപ്പോൾ 2 തരത്തിലുള്ള ബോണ്ടിങ് മോഡ് നമുക്കിവിടെ കാണാം. കാർബൺ മോണോക്സൈഡിന് ടെർമിനൽ ലിഗാൻഡായിട്ടും ബ്രിഡ്ജിങ് ലിഗാൻഡായിട്ടും കാർബൺ മോണോക്സൈഡ് Fe2CO9 എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. Each of the iron atoms in diion nonacarbonyl has 3 terminal carbonyl groups. The remaining 3 carbon monoxide ligands act as mu2CO groups. A weak Fe-Fe bond is formed by sharing of 2 unpaired electrons present in the 3d orbitals of iron atom. Iron atoms in the molecules are identical with coordination number 7. Molecule does not have any unpaired electron and is diamagnetic. The structure of this molecule can be explained using D2sp3 hybridization in iron atoms. D2sp3 hybridization ആണ് ഡൈഅയോൺ നോണാകാർബണൈലിനകത്ത്. ഇവിടെ അയണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 3d6 4s2 ആണ് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ. എക്സൈറ്റഡ് സ്റ്റേറ്റ് വരുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന എന്താണ്? നമുക്ക് 3d7 1 2 3 4 5 6 7 3d7 4s1 എന്നാണ്. ഇതിൻ്റെ ബോണ്ടിങ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അറേഞ്ച്മെൻ്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ആദ്യത്തെ അയോൺ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കാണാം ഇതിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് എന്താ? 2 ഡിയും 1 എസും 3 പിയും തമ്മിൽ ഓവർലാപ്പ് ചെയ്തിട്ട് D2sp3 ഹൈബ്രിഡൈസ് ഓർബിറ്റൽസ് അവിടെ ഫോം ചെയ്യും. 6 D2sp3 ഹൈബ്രിഡൈസ് ഓർബിറ്റൽസ് അവിടെ ഫോം ചെയ്യും. അതിൽ 3 എണ്ണവുമായിട്ട് കാർബണൈൽ ഗ്രൂപ്പ്സ് ഓവർലാപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഇലക്ട്രോണിനെ മെറ്റലിൻ്റെ എംറ്റി ആയിട്ടുള്ള ഓർബിറ്റലിലേക്ക് കൊടുക്കും. ഇവിടെയും അതുപോലെ തന്നെ 3 കാർബണൈൽ ഗ്രൂപ്പ് അതിൻ്റെ ഇലക്ട്രോൺസിനെ ഹയസ്റ്റ് ഓക്യുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റലിലുള്ള ഇലക്ട്രോണിനെ ഈ ഓർബിറ്റലിലേക്ക് കൊടുത്തുകൊണ്ട് അവിടെ എന്ത് ഫോം ചെയ്യും? മെറ്റൽ കാർബൺ സിഗ്മ ബോണ്ട് അവിടെ ഫോം ചെയ്യും. ഇവിടെയാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഈ CO ബ്രിഡ്ജിങ് ലിഗാൻഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്രിഡ്ജിങ് ലിഗാൻഡായിട്ട് ആക്ട് ചെയ്യുന്ന ഈ പർട്ടിക്കുലർ CO എന്ത് ചെയ്യും? ഇവിടെ ഒരു ഇലക്ട്രോണിന് കൊടുക്കും, അതിൻ്റെ ഒരു ഇലക്ട്രോൺ ഇതിനും കൊടുക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഇലക്ട്രോൺ ഇവിടെ കൊടുക്കും. ഒരു ഇലക്ട്രോൺ ഇവിടെ, ഒരു ഇലക്ട്രോൺ ഇവിടെ. അങ്ങനെ ഒരു ബ്രിഡ്ജിങ് ലിഗാൻഡ് ആയിട്ടാണ് ഈ 3 CO ആക്ട് ചെയ്യുന്നത്. ഇനി ഈ അയൺ ആറ്റം ആണെങ്കിലോ ഈ അയൺ ആറ്റങ്ങൾ തമ്മിൽ ഈ 3D
ഓർബിറ്റൽസ് തമ്മിൽ ഈ അയൺ ആറ്റത്തിൻ്റെ ഈ 3D ഓർബിറ്റൽസ് തമ്മിൽ ഓവർലാപ്പ് ചെയ്തിട്ട് അവിടെ ഒരു മെറ്റൽ ബോണ്ട് ഫോം ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ഇതിനകത്ത് ബോണ്ടിങ്. ഇവിടെ 2 തരത്തിൽ കാർബൺ മോണോക്സൈഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഒരു ടെർമിനൽ ലിഗാൻഡായിട്ടും ബ്രിഡ്ജിങ് ലിഗാൻഡായിട്ടും. അതിൻ്റെ ഓരോ ഇലക്ട്രോണിനെ ഓരോ അയണിലേക്ക് കൊടുത്തുകൊണ്ടാണ് അവിടെ ബോണ്ട് ഫോം ചെയ്യുന്നത്.